ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ഈ ദിവസം കാണിക്കുന്ന എല്ലാ കളക്ഷനും എക്സ്ക്ലൂസീവ്ലി പ്രീമിയം കളക്ഷൻസ് ആണ്. നോർമലി നമ്മൾ ഇന്നേ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ഐറ്റം. നമ്മൾ എടുക്കാറുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നല്ല, ഒരു ബുട്ടീക് സ്റ്റൈലിൽ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നിടത്തുനിന്ന് ഞാൻ നമ്മുടെ ഒരു പാറ്റേൺ മാറ്റി പിടിക്കാൻ വേണ്ടി സാമ്പിളിന് കൊണ്ടുവന്നത്. എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ്, നമുക്ക് ഓവറായിട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഒറ്റയടിക്ക് ഒരു എക്കണോമിക് റേഞ്ചിൽ നിന്ന് ഒരു പ്രീമിയം റേഞ്ചിലേക്ക്, പ്രീമിയം എന്ന് പറഞ്ഞാൽ ഹെവി പ്രീമിയം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയണ്ടോ, ഞാൻ ഈ അടുത്ത് തന്നെ ഈ പറയുന്ന ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് ഒരു ടോപ്പും ബോട്ടം ഷാളും കുറച്ച് ലുക്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്, എൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണം ആയതുകൊണ്ട് ഇത്തിരി ലുക്കിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ഇൻസ്റ്റാ പേജിൽ കയറി സെർച്ച് ചെയ്തു. എല്ലാവരും 4500, 5500, 3600, ഏറ്റവും കുറഞ്ഞത് 299 299. അതിനൊക്കെ പക്ഷേ 299 ഉള്ളതിനൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. നമ്മൾ കൊടുക്കുന്ന പ്രൈസിനൊരു ഇത് വേണ്ടേ. അപ്പോൾ ആ റേഞ്ചുകളിലാണ് എല്ലാം നിൽക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾക്കും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്ക് പോലും ഒരു ഡ്രസ്സ് എടുക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പം നോർമലി ഇങ്ങനെ ഇതിനോട് അത്ര ടച്ച് ഇല്ലാത്ത ആൾക്കാർക്ക് അപ്പം എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രീമിയം ലെവലിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്നോണം നോർമൽ 1000 റേഞ്ചിന് വരുന്ന, 1000 താഴെയാണ് എല്ലാതും. 999 ആണ് നമ്മുടെ ഹയസ്റ്റ് റേറ്റ് വരുന്നത്. ആ റേഞ്ചിൽ നിൽക്കുന്ന പ്രീമിയമാണ്. ഇത് നമ്മുടെ മറ്റു കുർത്തികളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഒരു ബ്രാൻഡിന് ഇത് ഒരു ബ്രാൻഡിൻ്റെ അടുത്ത് നിന്ന് ബുട്ടിക് സ്റ്റൈലിൽ നമ്മൾ എടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് തോന്നും അയ്യോ അതിനോട് സാമ്യമുണ്ടല്ലോ, ഇതിനോട് സാമ്യമുണ്ടല്ലോ. പക്ഷെ ഇതിൻ്റെ മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും ഇതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എൻറ്റോളി ഡിഫറെൻ്റ് ആണ്. നമുക്ക് അതിൻ്റെതായ ഒരു ലുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നിങ്ങൾ ആ ഒരു കൺസെപ്റ്റിൽ തന്നെ എടുക്കണം. അതങ്ങനെ വരുന്നതാണ്. നിങ്ങൾക്ക് കണ്ടെടുക്കാത്തത് കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷനുകളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ഒരു പ്രീമിയം ലെവല് വേറൊരു പാറ്റേണിലും ആണ് നമ്മൾ സാധനങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ റേഞ്ചിൽ കാണും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇച്ചിരി കൂടി റേഞ്ചിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇടണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും പർച്ചേസ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ എല്ലാത്തിൻ്റെ MRP പ്രൈസുമ്പോൾ നമ്മൾ 50 രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സെല്ല് ചെയ്യുന്നതും നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഐറ്റം മേടിക്കുന്നതും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ ഇടുന്നത്. നമുക്കിതൊക്കെ നല്ല റേഞ്ചിൽ വരുന്നതാണ്. നമുക്ക് MRP പ്രൈസുകളാണ് സെല്ല് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളൊരു ഓഫർ എന്ന നിലയ്ക്കാണ് ഈ സാധനം ഇങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് ഗിവ് അവേയുടെ നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. ഗിവ് അവേ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് ചെയ്യുന്നില്ല, എനിക്ക് മതിയായി. ഓരോ ദിവസവും ഓരോ പരാതികളാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 100 കൂടുതലുള്ള ആൾക്കാരെയാണ് ഗിവ് അവേസിന് എടുക്കാൻ ശ്രമിച്ചത്. അപ്പോഴും അതും ഇങ്ങനെ പ്രശ്നം. നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതലുള്ള ആൾക്കാർക്കായിരുന്നു കൊടുക്കേണ്ടത്. അവരല്ലേ നിങ്ങളുടെ ചാനൽ കുറേ പേരിലേക്ക് എത്തിച്ചത്. പക്ഷെ നമ്മൾ തുടക്കത്തിലെ കണ്ടീഷൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് റൂള് മാറ്റാൻ പറ്റില്ലല്ലോ. എത്രയോ കസ്റ്റമേഴ്സ് നമുക്ക് 100 എണ്ണം ആയപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്താൽ. പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ 100 പ്രശ്നങ്ങൾ. എനിക്കിതിൻ്റെ വയ്യാവയിൽ ഏറ്റെടുക്കാനുള്ള ത്രാണിയില്ല ഇപ്പം. എനിക്കെല്ലാം കൂടി പണ്ടത്തെ പോലെയല്ല. ഒരുപാട് പർച്ചേസും സെയിലും നമ്മുടെ ഓഫീസിലെ മറ്റു കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങളുടെ പുറകെ ഓടണം. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ഗിവ് അവേ ഇവിടെ നിർത്താം. ഇത് നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് അയച്ചു തന്നിട്ടുള്ള ആൾക്കാരിൽ നിന്ന്, അതായത് നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ ഫോളോ ചെയ്തിട്ട് അയച്ചു തന്ന ആൾക്കാരുടെ പേരുകളാണ്. വളരെ ചുരുക്കി എഴുതിയിട്ട് ഇതിൽ കൊള്ളിച്ചേക്കുന്നതാണ്. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരോടും പങ്കെടുത്ത എല്ലാവരോടും നന്ദി. ഞാൻ പറയാണ്ട് പോലും പലരും എൻ്റെ സ്റ്റാറ്റസുകൾ ഇപ്പോഴും ഇടുന്നുണ്ട്. നമ്മൾ ആ ഗിവ് അവേ നിർത്തിയിട്ട് പോലും. കാർത്തിക എന്നൊക്കെ പറയുന്ന ഒരു കസ്റ്റമർ വളരെ ജെനുവനായിട്ട് അവർക്ക് നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ആ സ്റ്റാറ്റസിൻ്റെ ഗിവ് അവേ നിർത്തി, എന്നിട്ട് പോലും അവരത് ഇടുന്നു. ഞാൻ പറഞ്ഞു അയ്യോ നമ്മൾ ആ ഗിവ് അവേ നിർത്തി, അപ്പോൾ കുഴപ്പമില്ല ഞാൻ ഇടാറുണ്ട് എന്ന് പറഞ്ഞു. അതൊരു സ്നേഹമാണ്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഗിവ് അവേ നറുക്കെടുപ്പ് നടത്താൻ പോകണം. ഇതിൽ കിട്ടാത്തവർ എന്നെ പരിഭവം വിചാരിക്കരുതില്ല. ഒക്കെ ഉള്ള ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. നമ്മളത് പറയും ചെയ്തു, പക്ഷെ അത് കിട്ടാണ്ട് വരുമ്പോൾ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, ലോട്ടറി എത്ര കോടിക്കാണ് ലോട്ടറി ടിക്കറ്റ് വിറ്റ് പോകണം. എന്നിട്ട് ഒരാൾക്കല്ല ആകെ ഒരു പ്രൈസ് അടിക്കുന്നുള്ളൂ. അതിലൊന്നും ആർക്കൊരു പരാതിയില്ല. നമ്മുടെ ഒരു സംഭവം തുടങ്ങിയ ഒരു ചെറിയ സംഭവത്തിലാണ് എല്ലാവർക്കും പരാതി. ഇതേ താഴെ പോകും. ഇനി ഞാൻ അധികം കശക്കുന്നില്ല. അത്യാവശ്യം നന്നായി ഇങ്ങനെ കിലുക്കി വെച്ചിട്ടുള്ളതാണ്. ഇനിയും കളിക്കാൻ താഴെ പോകും. ഞാൻ ഒരാളുടെ പേര് ഞാൻ എടുക്കാൻ
മോഹിത രമേശ് എന്നാണ് കസ്റ്റമറിൻ്റെ പേര്. മോഹിത രമേശിനെയാണ് നമുക്ക് നറുക്കെടുപ്പിലൂടെ കിട്ടിയേക്കണം കേട്ടോ. ഇനി പലർക്കും ഇനി നമ്മൾ എല്ലാവരുടെ പേര് ഇടുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടോ? എല്ലാവരുടെ പേരും ഇടുന്നുണ്ട് കേട്ടോ. ഷിനി സുധി, ആശ ലോറൻസ്, മിനി, ദേവി മനോജ്. ഇതൊക്കെ ഞാൻ ഈ പേര് വായിക്കുന്നത് നിങ്ങളുടെയൊക്കെ പേര് എഴുതിയിട്ടുണ്ടെന്ന് കാണിക്കാനാണ് കേട്ടോ. ആദ്യം എടുത്ത ആളാണ് സൈനു അലക്സിൻ. എല്ലാവരുടെ പേരും നിങ്ങൾ അയച്ചു തന്ന എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട് കേട്ടോ. സിന്ധു റോയ്. എൻ്റെ ഒരു സമാധാനത്തിനാണ്. ഇനി എല്ലാം നിങ്ങൾ ഇതിൻ്റെ പുറകെ വന്നിട്ട് പറയും. കാർത്തിക KK. എല്ലാവരുടെ പേരും ഇതിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള എല്ലാവരുടെ പേരും കൃത്യമായി എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത കസ്റ്റമറാണ് നമ്മുടെ ഗിവ് അവേയുടെ വിന്നർ എന്ന് പറയുന്നത്. മോഹിത രമേശ് എന്നാണ് കസ്റ്റമറുടെ പേര്. ഇത് കിട്ടാൻ അർഹതയുള്ള ആളുടെ പേരാണ് നമ്മുടെ കയ്യിലേക്ക് വരാതെ. ഈ പറയുന്ന ആൾക്കാരെ എനിക്ക് അറിയ പോലും ഇല്ല. ഞാൻ ഇപ്പോൾ സ്റ്റാറ്റസ് അല്ല നമ്മുടെ ഓർഡറുകൾ ഒന്നും എടുക്കാറില്ല. പണ്ട് എനിക്ക് കസ്റ്റമേഴ്സിനൊക്കെ വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ഓർഡറുകൾ എടുക്കാത്ത കാരണം എനിക്ക് അത്ര പരിചയക്കുറവുണ്ട്. പഴയ കസ്റ്റമേഴ്സിനെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പുതിയ ആൾക്കാർ എനിക്ക് ചിലത് അറിയില്ല കേട്ടോ. അപ്പോൾ മോഹിത രമേശിന് കൺഗ്രാജുലേഷൻസ്. എന്തായാലും സമ്മാനം കിട്ടിയതിൽ നിങ്ങൾക്ക് അതിന് അർഹതയുള്ളവരാണ് കിട്ടുന്നത്. കാരണം എല്ലാവരും ഇടുന്നു. ചിലർക്കത് കിട്ടണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരുണ്ട്, ചിലർ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുണ്ട്, ചിലർ എല്ലാ ഗിവേഴ്സിലും പങ്കെടുക്കുന്നവരാണ്. അപ്പം അങ്ങനെ ലക്കുള്ള ഒരാൾക്കാണ് കിട്ടുക. ഇത് കിട്ടാത്തവർ വിഷമിക്കരുത്. നമ്മൾ ഇനി കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ എൻ്റെ റിലേയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഗിവ് അവേ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻ കാണിക്കുകയാണ്. ഫസ്റ്റ് കാണിക്കുന്ന കളക്ഷൻ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റമാണ്. ഇത് മെറ്റീരിയൽ വന്നിട്ട് നോർമൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം മെറ്റീരിയലാണ്. അതൊരു എന്താ പറയുക, എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിനകത്ത് ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ട് ചെക്ക് പോലത്തെ ഒരു പാറ്റേണൊക്കെ വരുന്നുണ്ട്. ഞാനിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇതിൻ്റെ നെക്ക് പാറ്റേൺ വരുന്നത് ഹെവി ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി ആണ്. അതിൻ്റെ ഒരു സാധാരണ നമ്മൾ ചെയ്യുന്നതിലും വിട്ട് ഒരു ഭയങ്കര ഫിനിഷും ആ ഷേപ്പൊക്കെ കറക്റ്റ് പക്കായിരിക്കും. അതാണ് ഒരു ബ്രാൻഡിൻ്റെ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ എടുക്കുന്നതും ഒരു പ്രൈസ് നമുക്ക് അത്ര മതി, കുഴപ്പമില്ല, അങ്ങനെ ഒന്നുള്ളതുകൊണ്ടാണ് ചിലത് ആ റേഞ്ചിലേക്ക് വരുന്നത്. പക്ഷെ നല്ല ലുക്കിലും നല്ല ക്ലാസി ആയിട്ട് ഇടാനുള്ളവർക്കാണ് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് പോകുന്നത്. നമുക്ക് ഇത് റേറ്റ് വരുന്നത് 999 ആണ് കേട്ടോ. ഇങ്ങനെ വരുന്ന ഒരു ബോക്സ് പ്ലീറ്റ് ആണ്. ഇതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരും. ഇതൊരു കോഫി ഷെയ്ഡാണ് കേട്ടോ. ലെങ്ത്തും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ വരുന്നത്. 46 റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നത്. നമുക്കിത് ബോട്ടം വെയർ ചെയ്തിട്ട് അപ്പം ഇങ്ങനെ കാണത്തക്ക രീതിയിൽ ബോട്ടം വെയർ ചെയ്ത് വരണം അങ്ങനെ ധരിക്കണമെന്നില്ല. നോർമലി ഇച്ചിരി ഉള്ളിലേക്ക് കയറുന്ന രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ വരുന്നത്. അങ്ങനെ ചെയ്യാം. ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ എംബ്രോയ്ഡറി തന്നെയാണ് കേട്ടോ. ഈ കുത്തുകൾ വരുന്നത് അതൊന്നും ഒരു സ്റ്റിക്ക് ചെയ്തതോ അങ്ങനെയൊന്നും അല്ല, അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും ഇതും എംബ്രോയ്ഡറി വർക്കാണ്. ഇത് ഹാൻഡ് എംബ്രോയ്ഡറി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. മെഷീനും ഉണ്ട് ഹാൻഡും ഉണ്ട്. 2 ടൈപ്പിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാറ്റേൺ വരുന്നത്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 എന്നാണ് ഇതിൻ്റെ പ്രൈസ്. നമ്മളിതുമ്പോൾ ഓഫർ പ്രൈസിൽ 50 രൂപയാണ് ഇപ്രാവശ്യം എല്ലാ ഐറ്റത്തിനും നമ്മൾ ഓഫർ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഇതാ ഇങ്ങനെ വരും കേട്ടോ. അത് കണ്ടോ, ആ വൈറ്റും ഗ്രീനൊക്കെ വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ്. ഇതിങ്ങനെയാണ് പോകണം. ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇതിനകത്തൊരു ചെക്ക് പോലത്തെ ഒരു ഡീറ്റെയിലിംഗ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ചെക്ക് പോലെയാണ് ഇരിക്കുന്ന മെറ്റീരിയൽ. സ്ലീവ് വളരെ നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു പടി പോലെ കൊടുത്തിട്ട് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് സൈഡ് വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആണ് കേട്ടോ. ഓക്കെ, പ്ലെയിൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് കുർത്തിയുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നല്ല രസമാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുമാണ്. നമുക്ക് നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല ക്ലാസി ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ 999 ആണ് റേറ്റ് വരുന്നത്. അത് നമ്മൾ ഓഫർ പ്രൈസിൽ 949 ആണ് കേട്ടോ. അടുത്ത ഇതിൻ്റെ വേറൊരു കളറുണ്ട്, അതും കൂടി കാണാം. അടുത്തത് ഇതിൻ്റെ വൈറ്റ് കളർ കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത്. ഇത് അങ്ങനെ തന്നെ സെയിം ഫീച്ചറാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഇങ്ങനെ ഒരു പട്ടി പോലെ കൊടുത്തിട്ട് കോഫിക്ക് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പട്ടി പോലെ കൊടുത്തിട്ട് നല്ല നീറ്റായിട്ടാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. ഞാൻ മാനിക്യൂണിലും വേറെ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കണ്ടോ. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഇരിക്കും.
നല്ല രസമാണ് ഐറ്റം കാണാനായിട്ട്. മൾട്ടി കളറിലാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് പോയിട്ടുള്ളത്. പല കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ടും നല്ല കളറാണ്, വളരെ പെർഫെക്റ്റും ഈ ഒരു റേറ്റിന് അടിപൊളിയാണ്. നമുക്കൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കുർത്തിയുടെ ലുക്കും ഒരു സംഭവമൊക്കെ കിട്ടും ഇതിന്. ഇതിന് ലെങ്ത്ത് വരുന്നത് ഇതാ 47 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. 47 ഇഞ്ച് അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെ വരുന്നുണ്ട്. അതങ്ങനെയാണ് പ്രീമിയം ലെവൽ കുർത്തികൾക്ക് എല്ലാം തന്നെ നല്ല ലെങ്ത്ത് വരും. സ്ലീവിന് ഒരു 16.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. രണ്ടും വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണെങ്കിലും അല്ലെങ്കിലും ഒരു പ്രീമിയം ലെവൽ കീപ്പ് ചെയ്യുമ്പോൾ ലൈനിങ് ഒഴിവാക്കി നല്ല സ്ട്രക്ചറിൽ കിടക്കാനും ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ മെറ്റീരിയലിൽ കണ്ടോ ഇങ്ങനെ ഒരു ചെക്ക് പോലെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു പ്രത്യേക തരം മെറ്റീരിയലാണ്, ഭയങ്കര ക്വാളിറ്റിയാണ്. നമ്മുടെ ബ്രാൻഡഡ് സാധനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ക്വാളിറ്റിയാണ്. ആ മെറ്റീരിയലിൻ്റെ ആണെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. നല്ല നീറ്റാണ് കേട്ടോ, കാണാൻ നല്ല രസമാണ്. മീഡിയം മുതൽ XXL സൈസസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് 999 ആണ് MRP. നമ്മൾ ഓഫർ പ്രൈസിൽ 949 ആണ് കേട്ടോ. ഓക്കെ, രണ്ടും ബോക്സ് പ്ലീറ്റഡ് ആണ് കുർത്തിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളതും അടിപൊളി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതിൽ കാണുന്ന ഒരു കളറൊന്നല്ല, ഭയങ്കര രസമുള്ള ഒരു പീകോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറാണ് കേട്ടോ. അതിനകത്ത് കൂടെ ഒരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ് പോലെ പോകുന്നുണ്ട്. അതും ഒരു സിൽവറിൻ്റെ ഒരു ഗ്ലേസിങ് ഒക്കെ ഉണ്ട്. ഇത്രയും എനിക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ, അത്രയും നല്ല മെറ്റീരിയലാണ്. നോർമലി നമ്മുടെ ഒരു കുർത്തിയുടെ വെയിറ്റ് വരുന്നത്, ലൈനിങ്ങോട് കൂടി സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഒരു കുർത്തിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 350-400 ഗ്രാമാണ്. നമ്മൾ ഇവിടുന്ന് അയക്കുമ്പോൾ വരുന്നത് 500 ഗ്രാമിന് താഴെയാണ് നമുക്ക് നോർമൽ ഒരു 50 രൂപയൊക്കെ ഷിപ്പിംഗ് ചാർജ് വരുന്നത്. DTDCക്ക് ആണെങ്കിലും പോസ്റ്റലിനാണെങ്കിലും 500-ന് മേലെ വരുമ്പോഴാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് നേരെ ഡബിൾക്ക് കയറും വെയിറ്റ് കൂടുന്നതിനനുസരിച്ച്. ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി വരുന്നത്. ഈ മെറ്റീരിയൽ ഭയങ്കര കട്ടിയാണ്. ഇതിൻ്റെ വെയിറ്റ് നമ്മൾ നോക്കിയത് എല്ലാതും 600-610 ആ റേഞ്ചിലേക്കാണ് വെയിറ്റ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ആ ഒരു മെറ്റീരിയലിന് എന്തുമാത്രം ഹെവി ആയിരിക്കുന്നു. ഈ സാധനം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് നോക്കുന്ന മെഷീൻ ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ 500 സംതിങ് 600-ന് അടുത്ത്, ചിലത് 600-ന് മേലേക്ക്, അങ്ങനെ ഒരു XXLക്കൊക്കെ റേഞ്ചിലേക്ക് വരുമ്പോൾ മെറ്റീരിയൽ കൂടുമല്ലോ, അങ്ങനെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. അതാണ് ആ ഒരു ഞാൻ പറഞ്ഞ ഒരു പ്രീമിയം എന്ന് പറയുന്നതിൻ്റെ ഒരു ക്വാളിറ്റി, ആ മെറ്റീരിയലിൽ കാണുന്ന ക്വാളിറ്റിയാണിത്. ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. കണ്ടോ, ഇതൊരു നല്ല ചെറിയൊരു ഗ്ലേസിങ് ഒക്കെ പോലെ ഉണ്ട്. നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ. വേറെ ഞാൻ സൂപ്പറാണ്. ഈ മൊത്തത്തിൽ ഇത് അത്രയും വെയിറ്റ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് തന്നെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു മടക്കി ഷർട്ട് പോലെ അടിച്ചിട്ടുള്ളതാണ്. സാധാരണ നമ്മൾ ഇപ്പം ഞാനടക്കമുള്ള ആൾക്കാർക്ക് ചില ബുട്ടിക്കുകളിലോ അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പിലോ ചെല്ലുമ്പോൾ ഇതിനെന്ത് മാത്രം എന്താണ് ഉള്ളത് എന്ന് നമുക്ക് സാധാരണ ആൾക്കാർക്ക് തോന്നും. ഞാനും അതുപോലെ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ഒരു സാധാരണ ആളായിരുന്നു. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് മെറ്റീരിയലിന് എങ്ങനെയാണ് അല്ലെങ്കിൽ ലൈനിങ്ങിൽ എന്ത് മാറ്റം വരുമ്പോഴാണ് ആ കുർത്തിയിൽ റേറ്റ് മാറുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അത്രയും പ്രീമിയം ലെവൽ ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇതെല്ലാം ബുട്ടിക് കളക്ഷനാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുള്ള ഐറ്റമാണ്. നമുക്കിത് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അവർ ബൾക്കായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് പീസ് തന്നത്. അവരങ്ങനെ പുറമേക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാരല്ല. പിന്നെ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ മൂല്യം എന്നൊക്കെ പറയുന്നത് അത് അവർ തന്നെ കീപ്പ് ചെയ്യുന്നതാണ്. അവർക്ക് വലിയ വലിയ സംഭവങ്ങളും വലിയ ഓഫീസും അങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടീമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇത് ഓവറോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഈ സെയിം കളറിലുള്ള ബട്ടണാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ ഒരു ഷോക്ക് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. ഫ്രണ്ടിൽ എന്നിട്ട് ഒരു ചെറിയ കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ കട്ടിങ് നമുക്ക് ഇങ്ങനെ കാലകത്തുമ്പോഴൊന്നും അത്ര ഇതിൽ വരില്ല, ചെറുതായിട്ടാണ് അത് വരുള്ളൂ. അതൊക്കെയാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 799 ആണ് കേട്ടോ. 799 ആണ്. നമ്മളിത് ഓഫർ പ്രൈസിൽ 749 ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോളൂ. നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് ഇത് വെർത്തായിരിക്കും. നിങ്ങൾക്ക് ആ മെറ്റീരിയൽ കൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടുമ്പോൾ മനസ്സിലാവും. ഈ കളർ ഇതിൽ കാണുന്നതിനേക്കാളും നല്ല സൂപ്പർ കളറാണ് കേട്ടോ. പിന്നെ ക്യാമറയ്ക്ക് ഈ ഒരു പീക്കോക്ക് അങ്ങനെ ചില കളറുകളോട് എന്തോ വിരോധമുണ്ട്. ഏത് സാരി ആണെങ്കിലും എന്ത് കാണിച്ചാലും ആ കളർ കാണിക്കുമ്പോൾ എക്സാക്റ്റ് ആ ഒരു കളർ കിട്ടാറില്ല. എപ്പോഴും കളർ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ വേണം നിങ്ങൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറും കൂടി അവൈലബിൾ ആണ്, അതും കൂടി കാണാം. നേരത്തെ കാണിച്ച കുർത്തിയുടെ കളർ ചേഞ്ച് ആണ് കേട്ടോ. അതൊരു ബ്രൗൺ ഷെയ്ഡാണ്.
കോഫി അല്ല, ഒരു ഒരു ബ്രൗൺ ഷെയ്ഡാണ് കളർ വരുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും എല്ലാം കളർ മാത്രമാണ് വ്യത്യാസം വരുന്നത്. നെക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ട് ഇവിടെ ഒരു വി പോലെയാണ്, എന്നിട്ട് ഇങ്ങനെ സെയിം കളറിലുള്ള ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ വൈസ് സൂപ്പറാണ്. നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഒരു ഉണ്ടെങ്കിലും പർച്ചേസ് ചെയ്ത് നോക്കുക. നേരത്തെ കാണിച്ച ആ ഒരു വൈറ്റും കോഫിയുടെയും കളർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഹെവിയാണ് ഐറ്റം, അത്ര സൂപ്പർ മെറ്റീരിയലാണ്. പക്ഷെ അതിനകത്ത് നേരത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് സെൽഫായിട്ടാണ് ഇതിൻ്റെ ഒരു വർക്ക് പോയിട്ടുള്ളത്. അങ്ങനത്തെയാണ് ഒരു രണ്ടിനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് MRP പ്രൈസ് 799 ആണ്. നമ്മൾ ഓഫറിൽ 749 ആണ് കൊടുക്കുന്നത്. ചിലർക്ക് തോന്നുന്നു കേട്ടോ നമ്മളിങ്ങനെ ഒറ്റയടിക്ക് ഇതിലേക്ക് മാറി കഴിഞ്ഞ് പഴയത് കൊണ്ടുവരില്ലെന്ന്. എല്ലാ തരം കളക്ഷൻസും നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. നമ്മൾ ബഡ്ജറ്റ് റേറ്റിൽ ഇപ്പോൾ നമ്മൾ 699 ഒക്കെ 3 പീസ് കൊണ്ടുവരാറുണ്ട്. അതിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ആ ഒരു ക്വാളിറ്റി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരം ഐറ്റംസ് വേണം എന്നുള്ളവർക്ക് ആ ഒരു മോഡൽ കൊണ്ടുവരുന്നത്. നോർമലി നമ്മുടെ എക്കണോമി റേഞ്ച് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന നോർമൽ കളക്ഷൻസ് ഉണ്ട്. അതിന് അതിൻ്റെതായ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് ഇച്ചിരി കൂടി ക്ലാസിയും കുറച്ചുകൂടി പ്രീമിയം ലെവലിലേക്ക് കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വരുന്നത്. ഒരു ബുട്ടിക് പക്ക ബുട്ടിക് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ, ഇതൊരു വെസ്റ്റേൺ എന്താ പറയുക, ഒരു വെസ്റ്റേൺ ടച്ചിലേക്ക് വരുന്നതാണ് കേട്ടോ. എല്ലാ പാറ്റേണും അങ്ങനെ തന്നെ കുറച്ചും കൂടി മോഡേണും കുറച്ചും കൂടി ക്ലാസിയും ഒരു ലുക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു പാറ്റേണിലേക്ക് മാറുമ്പോൾ ആ റേഞ്ചും മാറുന്നത്. ഓക്കെ, അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാത്ത. ഞാനത് എടുത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെ തോന്നും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു റേഞ്ച് മാറ്റം വരുമ്പോൾ അത് ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചിലർക്ക് നമ്മൾ 1399 1299 ഒക്കെ 3 പീസ് സെറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പ്രശ്നമുള്ളതല്ല. എന്നാലും ഈ ഒരു റേഞ്ചിൽ എന്തുകൊണ്ടാണ്, അതിന് എന്താണ് പ്രത്യേകത എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഓവറായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ടൈം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത പാറ്റേൺ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഇതൊരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ്. ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു ക്ലാസി ലുക്കുള്ള ഒരു ഐറ്റമാണ്. ഇതിനൊരു പീസ് സെയിം കളറിലോ അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേണിൽ വരുന്നതിൻ്റെ ഒരു ഷാളൊക്കെ വെയർ ചെയ്താൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇതും ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ബോക്സ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് പോലെ വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ, പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ, പിന്നെ ഇതാ ഇങ്ങനെ 3 പാറ്റേൺ ആണ് പോയിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല രസത്തിൽ ഒരു എംബ്രോയ്ഡറി വർക്കാണ്. ഒരു ഗ്രീനിൻ്റെ നടുക്ക് കൂടി ഒരു ലാവൻഡർ ആണ് ആ ഒരു ത്രെഡ് പോയിട്ടുള്ളത്. ഒരു മെഷീൻ എംബ്രോയ്ഡറി സ്ട്രക്ചറിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതും ഒരു വെറൈറ്റി ലുക്കുള്ള ഒരു ഐറ്റമാണ്. ഞാൻ എപ്പോഴും വീണ്ടും പറയുന്നു, ഇത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നമ്മുടെ പ്രീമിയം റേഞ്ചിൽ വരുന്നതാണ്, ബുട്ടീക്ക് കളക്ഷനാണ്. ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. നമ്മളൊരു തുടക്കം എന്ന നിലയ്ക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ കൊടുക്കുമ്പോഴാണ് നമുക്കിത് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കിട്ടുള്ളൂ. നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ഒരു സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതല്ല. അത് കുറച്ചും കൂടി റേഞ്ചും ലെവലും വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്നത് നല്ലൊരു വെറൈറ്റി പാറ്റേൺ. നമ്മളിത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ കണ്ടില്ല. സാധാരണ പിള്ളേരുടെ ഫ്രോക്കുകളിലൊക്കെയാണ് അങ്ങനെ പോയിട്ടുള്ളത്. ഇത് വളരെ ഡീസൻ്റ് ആയിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഇടുമ്പോൾ തന്നെ നമുക്കൊരു ലുക്ക് വൈസ് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 46 to 47 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത്. ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഷിഫോണിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് വേറിയൻ സ്ലീവ് മാത്രമാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത് കേട്ടോ. ഒരു എ ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഫ്ലീറ്റ്സ് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഫ്ലീറ്റ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് കാണിക്കാം. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുള്ളത് കേട്ടോ. ഇതെങ്ങനെ വരും, നല്ല രസമാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, പക്ഷെ ആ ഒരു കുർത്തിക്ക് നല്ലൊരു ലുക്ക് നൽകുന്നുണ്ട്. അത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പുറകു വശം ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പ്ലെയിൻ ആണ്, നോർമൽ പ്ലെയിൻ ആണ്.
ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 999 ആണ് കേട്ടോ. 999 ആണ്. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 949 ആണ്. നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളിലും ക്വാളിറ്റിയും കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ നമ്മൾ ഇനിയും പ്രീമിയം ലെവൽ കളക്ഷൻസ് ഇച്ചിരിയും കൂടി റേഞ്ച് കൂടിയതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തുടക്കം എന്ന നിലയ്ക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്കൊരു പ്രചോദനം. ഇങ്ങനെ കൊണ്ടുവന്നാലും നമ്മുടെ കസ്റ്റമേഴ്സിന് അങ്ങനത്തെയും ആവശ്യമുണ്ട്. നമ്മൾ പല ഒക്കേഷനുകൾക്കും ചിലപ്പോൾ നമ്മുടെ റേഞ്ചിലുള്ള കളക്ഷൻസ് പോരാതെ വരും. ഇപ്പം നമുക്ക് അടുത്ത കല്യാണങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ പരിപാടികൾക്കൊക്കെ ഒരു റേഞ്ച് ഇച്ചിരി കൂടി കൂടുതൽ പിടിക്കണം. അപ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള എൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ നിന്നുണ്ടായ ഒരാശയമാണിത്. അപ്പോൾ നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ഇനിയും പുതിയ ലെവലിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല എന്താ പറയുക, ഒരു കോട്ട സിൽക്ക് അല്ലെങ്കിൽ ഒരു ചന്തേരി സിൽക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വടിവത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ്. പക്ഷെ ഒരു സിൽക്കിയുടെ പ്രോപ്പർട്ടീസും ഇതിനകത്തുണ്ട്. നല്ലൊരു മെറ്റീരിയലാണ്. ഹെവി എംബ്രോയിഡറി വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് ഇതിൻ്റെ എംബ്രോയിഡറി പോയിട്ടുള്ളത്. നോർമൽ യൂനെക്കാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ കണ്ടു ഇവിടെ അതെ നല്ല ഹെവി ആയിട്ടാണ് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു സാധാരണ പാറ്റേണിൽ വിട്ട് ഒരു വെറൈറ്റി ലുക്കാണ് ഇതിനുള്ളത്. കാണാൻ നല്ല രസമാണ്. മെറ്റീരിയൽ വൈസും അതേ ഭയങ്കര ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇത് വരുന്നത് സ്ലിറ്റഡ് ആണ്. ലൈനിങ്ങോട് കൂടിയ വരുന്നത്. കോട്ടൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് പോയിട്ടുള്ളത് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് ഓവറോൾ പോയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു പാനൽ അടിച്ച പോലെ വരുന്നത്. 3 പാനൽ സ്ട്രക്ചറിലാണ് ടോപ്പ് പോയിട്ടുള്ളത്. പുറകു വശവും അങ്ങനെ തന്നെയാണ്. ഞാനിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇതൊരു വൈൻ ഷെയ്ഡിലേക്ക് വരുന്നതാണ് കേട്ടോ. ഇതുണ്ടോ ഇതിൻ്റെ വർക്ക് പോയിട്ടുള്ളത്. ഇത് നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഒരു എംബ്രോയിഡറി വർക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ നമ്മുടെ ഈ നെക്കിൻ്റെ ഭാഗത്ത് വർക്ക്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള വർക്ക് ഉണ്ട് നമ്മുടെ സൈഡിൽ നല്ല ഹെവി ആയിട്ടാണ് ഇതിൻ്റെ സൈഡിലും കൊടുത്തിട്ടുള്ളത്. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടേക്ക് 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ ഒരു പ്രിൻസസ് കട്ട് പോലെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. പുറകു വശം എന്താ ഇതുപോലെ വരും. നല്ല മെറ്റീരിയലാണ്. ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയലാണ്. സ്ലിറ്റഡ് ആണ് വരുന്നത്. ഉള്ളിൽ കോട്ടൻ്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ MRP പ്രൈസ് എന്ന് പറയുന്നത് 899 ആണ്. നമ്മുടെ ഓഫർ പ്രൈസ് 849 ആണ് കേട്ടോ. ഇതിന് ആ പ്രൈസിനൊക്കെ ഉള്ളൊരു മുതലുണ്ട്. കാണാൻ നല്ല ലുക്കാണ്. നമുക്കൊരു പ്രീമിയം ലുക്ക് നൽകും. നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്ത് നോക്കുക. M2 XXL സൈസസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് നമ്മുടെ ഓഫർ പ്രൈസ് 849 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക, ഒരു പോപ്കോൺ സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു കൂടിയൊരു അമേരിക്കൻ ക്രേപ്പ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ ഒരിത്തിരി എന്താ പറയുക, പോപ്കോണിനെ പോലെ ഒരു തരിതരില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ ഭയങ്കര കംഫർട്ടാണ്. നമുക്കത് വെയർ ചെയ്യാൻ നല്ലൊരു ലുക്കും തോന്നുന്നുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് കളർ ചാർട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഒരു ആഷും ഗ്രേയും ഒരു ചെറിയ ലാവൻഡർ ഷെയ്ഡൊക്കെ ഉള്ളൊരു പാറ്റേൺ ആണ് പോയിട്ടുള്ളത്. നെക്ക് വന്നിട്ട് ഇതെങ്ങനെ ഒരു പാറ്റേൺ, നല്ല രസമുള്ളൊരു നെക്കാണ് കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആണ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ബട്ടണിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഷോ ബട്ടൺ ആണ്. എന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് വരുന്നത് ഒരു പ്രിൻസസ് കട്ടിലാണ് കേട്ടോ. അത് ഇവിടുന്ന് ഇങ്ങനെ പ്രിൻസസ് കട്ട് നല്ല രസത്തിലാണ്, ഷേപ്പായിട്ട് കിടക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റും സ്റ്റിച്ചിങ്ങും പോയിട്ടുള്ളത്. സ്ലീവ് വന്നിട്ടുള്ളത് ഒരു എൽബോ സ്ലീവാണ്. എന്നിട്ട് ഒരു ജെന്റിൽമാൻ ടൈപ്പ് പോലെ ഇങ്ങനെ മടക്കി ഒരു ബട്ടൺ കൊടുത്തേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് എൻ്റെ ഒരു പാറ്റേൺ പോയിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്ക് ഭയങ്കര ഷേപ്പായിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഓവറായിട്ട് വണ്ണൊന്നും തോന്നില്ല. നല്ല രസമുള്ളൊരു കുർത്തയാണ്. നല്ല കാണാനും നല്ലൊരു എലഗന്റ് ലുക്കാണ്. ഇത് ഇങ്ങനെ വരും കേട്ടോ. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഒരു 46 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലീവ് ഒരു എൽബോ എന്ന് പറയുമ്പോൾ ഒരു 11 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. ഇതും വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഇതിനൊക്കെ മെറ്റീരിയൽ വൈസ് ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനൊന്നും നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്തത്. നമുക്കറിയാം നമ്മൾ
ആവാസയുടെ ഒക്കെ ബ്രാൻഡഡ് അങ്ങനെ പറയുന്ന കുർത്തീസുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതൊന്നും ചിലപ്പോൾ ലൈനിങ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ നല്ല റേഞ്ചിലുള്ള പ്രീമിയം ലെവലിലുള്ള അനാർക്കലി ടൈപ്പ് എടുക്കുമ്പോഴും അതിനൊന്നും ലൈനിങ് ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ഒക്കെ മെറ്റീരിയൽ വൈസ് സൂപ്പറാണ്. അതുകൊണ്ടാണ് ഈ ബ്രാൻഡഡ് കുർത്തികൾക്ക് ഇങ്ങനെ വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇടാനും ഭയങ്കര കംഫർട്ടാണ്. ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല നമ്മൾ ഭയങ്കര സ്ട്രക്ചറായിട്ട് നമ്മുടെ ശരീരത്തിന് ഒതുങ്ങുന്ന രീതിയിൽ ഇരിക്കുകയും ചെയ്യും. ഇത്രയൊക്കെ എനിക്ക് പറയാവുന്ന രീതിയിലൊക്കെ എനിക്ക് ഇട്ടിട്ടുള്ള ഒരു കംഫർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 799 ആണ്. ഓഫർ പ്രൈസ് 749 ആണ്. ആ ഒരു സ്ട്രക്ചർ കൊണ്ടും ആ ഒരു ലുക്ക് കൊണ്ടും കിഡിലൻ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും മേടിച്ച് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു മെറ്റീരിയൽ വൈസ് പറയാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. റയോൺ അല്ല, ട്വിൽ അങ്ങനെ എന്തോ പറഞ്ഞൊരു മെറ്റീരിയലാണിത്. എനിക്ക് അത്ര പരിചയമുള്ള ഒരു മെറ്റീരിയലല്ല. എന്താ പറയുക, പൂ പോലെ മൃദുലമെന്ന് പറയില്ല, അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമുക്ക് നോർമലി റയോൺ മെറ്റീരിയലിനാണ് അങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടേണ്ടത്. പക്ഷെ ഇത് റയോൺ മെറ്റീരിയലല്ല, ഷിഫോണും അല്ല, ജോർജറ്റും അല്ല. പക്ഷെ ഭയങ്കര സോഫ്റ്റാണ് മെറ്റീരിയൽ. പിന്നെ സ്റ്റിച്ചിങ് ആണെങ്കിൽ ഭയങ്കര രസമായിട്ട് കേട്ടോ. നെക്ക് വന്നിട്ട് ഇതെങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ട് ഇതിങ്ങനെ ഒരു കട്ടിങ് നല്ല ഷേപ്പിലാണ് അതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ പോയിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഈ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെ ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓവറോൾ ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്നിട്ട് താഴെ ഇങ്ങനെ ഒരു കട്ടിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ടുള്ളതും വളരെ രസമായിട്ടുണ്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു പഫ് സ്ലീവിൻ്റെ പോലെ കുറച്ച് ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെയാണ് കൊടുത്തേക്കുന്നത്. ഇതും എൽബോ സ്ലീവിലാണ് വരുന്നത്. മൊത്തത്തിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഒരു ജോമെട്രിക് ഡിസൈൻ പോലെ, കുറച്ച് റെക്റ്റാങ്കിളും അങ്ങനെ ഒരു സമചതുരം അങ്ങനെയൊക്കെ പോയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കുർത്തി വന്നിട്ടുള്ളത്. ഇതും അതെ, ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കംഫർട്ടാണ് നമുക്ക് മെറ്റീരിയൽ വൈസ്. ഇങ്ങനെ ഒരു എയർലൈൻ സ്ട്രക്ചറിൽ ഇങ്ങനെ ഒരു കട്ടിങ്, നമുക്കിത് മാത്രം ഞാനിപ്പോൾ ഇതിനൊരു ആംഗിളിൽ വരുന്നൊരു പാൻറ് എല്ലാത്തിനും കൂടി ആയിട്ട് ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേ നീ ലെങ്ത്തിൽ വരുന്ന പാൻറ്റോ അല്ലെങ്കിൽ കാപ്രി ടൈപ്പ് ഒക്കെ യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ പുറത്തേക്ക് പാൻറ് കാണാത്ത രീതിയിൽ വരുന്ന പാറ്റേൺ ആണ് കൂടുതലും ട്രെൻഡിൽ പോകുന്നത്. അത്രയും നല്ല രസമാണ്, നമുക്ക് കംഫർട്ടാണ്. ഇപ്പോൾ ഇതൊരു ഇൻഡോ വെസ്റ്റേൺ ലുക്കിലേക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ്. നമുക്കിപ്പോൾ ടീനേജേഴ്സുകാർക്ക് ഇപ്പോൾ ജീൻസും ടോപ്പുകളൊക്കെ ഇട്ട് അതിൽ വിട്ട് ഇടയ്ക്ക് ഒരു വെറൈറ്റി വേണമെങ്കിൽ ഭയങ്കര കംഫർട്ടായിട്ട് അവർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഭയങ്കര ലുക്കും വൈസും നല്ലതാണ്. നമ്മുടെ ഒരു ചിലർ പറയില്ല ഈ കുർത്തി ഇടുമ്പോൾ ഒരു നാടൻ ലുക്കാണ്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ലുക്കല്ല. പ്രീമിയം ലെവലിൽ പ്രീമിയം റേഞ്ചിൽ ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടിൽ വെയർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് MRP പ്രൈസ് 799 ആണ്. 749 ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ്. ഇതിൻ്റെ മെറ്റീരിയൽ അതിന് മാത്രമുള്ള ക്വാളിറ്റി ഉണ്ട്. ഇതിന് അത്രയും പക്കാ പ്രീമിയം ഭയങ്കര സോഫ്റ്റാണ്. നമുക്കത് കൈ കിട്ടുമ്പോൾ മനസ്സിലാവും. ഉള്ളിൽ കൊടുത്തിട്ടുള്ള ലൈനിങ്ങോ അതെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലൈനിങ് ആണ് കേട്ടോ. സ്റ്റിച്ചിങ് എല്ലാം പക്കാ പെർഫെക്റ്റ് ആണ്. അതങ്ങനെ ഒരു നെക്ക് പാറ്റേൺ വന്നിട്ട് ഒരു മിനിറ്റ്, നെക്ക് പാറ്റേൺ കണ്ടോ ഇങ്ങനെ വരും. ഇതിൽ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്, എൻ്റെ കഴുത്തിൽ വെച്ചാൽ തന്നെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു പാറ്റേൺ. പുറകുവശം ഇതേപോലെ തന്നെയാണ് പ്രിന്റ് വരുന്നത്. ഓക്കെ, ഫ്രണ്ടിൽ അങ്ങനെ ഒരു കട്ടിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോർമലി നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വരെ നമുക്കൊരു ഏരിയൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാലും ഇവിടേക്ക് കുറച്ചും കൂടി ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. കിടക്കുമ്പോൾ തന്നെ നല്ലൊരു ഒരു പ്രത്യേക ലെവലിലാണ് അത് കിടക്കണം. കാണാൻ നല്ല രസമാണ് കേട്ടോ. M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനും ലെങ്ത് വരുന്നത് ഒരു 46-46 റേഞ്ചിലേക്ക് ലെങ്ത് വരുന്നുണ്ട്. സ്ലീവ് പിന്നെ ഒരു 11-11.5 റേഞ്ചിലേക്കാണ് എൽബോ സ്ലീവ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ജോർജറ്റിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇതൊരു സെൽഫായിട്ട് ഇതിനകത്തൊരു വർക്ക് പോയിട്ടുണ്ട്. നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ്. ഇതെന്താ റിവൈസബിൾ ജോർജറ്റോ അങ്ങനെ എന്തോ ആണ് മെറ്റീരിയലിൻ്റെ പേര്. അത് ഇങ്ങനെ ഓരോ ബ്രാൻഡുകാർക്ക് അതിൻ്റെ എക്സാക്റ്റ് ഏതാണ്. ഇപ്പം ജോർജറ്റിൽ തന്നെ ഒരുപാട് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. ഫോക്സ് ജോർജറ്റ്, വിസ്കസ് ജോർജറ്റ് അങ്ങനെ വരുന്നത്. അതിൽ വരുന്ന ഇച്ചിരി പ്രീമിയം ലെവലിലുള്ള ഒരു ജോർജറ്റാണ്. ഇതിനകത്ത് സെൽഫായിട്ടാണ് ഈ ഒരു ഡിസൈൻ പോയിട്ടുള്ളത്. ഒരു ആലിയ സ്ട്രക്ചർ പോലെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ നടുക്കത്തേക്ക് അത്ര ഫ്ലീറ്റ്സ് കൊടുത്തിട്ടില്ല. രണ്ട് സൈഡിലേക്കായിട്ടാണ് ചെറുതായിട്ട് ഫ്ലീറ്റ്സ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരും.
ഒരു 47 to 48 റേഞ്ചിലേക്ക് നമുക്ക് ഇതിന് ലെങ്ത് വരുന്നുണ്ട്. സ്ലീവിന് എൻഡിങ്ങിൽ ഒരു പടി പോലെ ഇച്ചിരി കട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ഓവറോൾ ഈ ഒരു മെറ്റീരിയലും ഈ ഒരു പാറ്റേണും ഇങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ പുറകുവശം എന്ന് പറയുന്നത് നോർമൽ ഒരു എ ലൈൻ സ്ട്രക്ചറിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ പ്രൈസും വരുന്നത് 999 റേഞ്ചാണ്. ഇതും അതുപോലെ തന്നെ ഓഫർ പ്രൈസ് 999 ആണ് റേഞ്ച് വരുന്നത്. ഓഫർ പ്രൈസ് 949 ആണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ വരും. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. പുറകുവശം വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു പ്രീമിയം ലെവൽ മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, കണ്ടാൽ ഭയങ്കര സിമ്പിളാന്ന് തോന്നും, പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ലുക്ക് തരും. ഇതൊരു നമുക്ക് നല്ല ഡാർക്കായിട്ടുള്ളൊരു ബർഗണ്ടി ഷെയ്ഡെന്നോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് മജന്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മജന്ത എന്ന് പറയുന്ന കണ്ണിൽ കുത്തുന്ന ടൈപ്പിലുള്ളൊരു മജന്ത ഇല്ല, നല്ല രസമുള്ള ഒരു പ്രീമിയം ലെവൽ ടൈപ്പിൽ വരുന്ന കളർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് യാതൊരു വിധത്തിലും ഭയങ്കര ഒരു കാണുമ്പോൾ ഭയങ്കര കളറായിട്ട് തോന്നത്തക്ക രീതിയിലുള്ളതല്ല, നല്ല രസമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. ഓക്കെ, M2XXലാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ മിസ് ചെയ്യാണ്ട് ഇതെല്ലാം ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കോളാം. ഇതിനൊക്കെ കണ്ട ഇവിടെ ഒരു കറക്റ്റ് ഒരു പ്രീമിയം ലെവലിലേക്ക് വരുന്ന ടൈപ്പിൽ അംബ്രലയിലേക്ക് വരുന്ന ലെവലിൽ നമുക്ക് അത്യാവശ്യം വിരിവ് കിട്ടും. എല്ലാതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ താഴെ ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ള നമ്മുടെ ഇൻഡോ വെസ്റ്റേൺ ടൈപ്പ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. പ്രീമിയം ലെവലിലേക്ക് വരുന്നതിന്റെ എല്ലാവിധ ക്വാളിറ്റിയും ഈ മെറ്റീരിയലിലും ഈ കുർത്തിക്കും ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ്. ഇന്ന് കാണിച്ചതെല്ലാം നോർമൽ നമ്മൾ ഇന്നേ വരെ കാണിച്ചിട്ടില്ലാത്ത ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പർച്ചേസ് ചെയ്ത് നമുക്ക് ഇതിലും ലെവൽ കൂടിയ പ്രീമിയം 3 പീസ് സെറ്റുകളും ഒക്കെ കൂടി കൊണ്ടുവരുന്ന നമുക്കൊരു പ്രചോദനം നൽകാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്കത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് അത് വേണ്ടാന്ന് തോന്നും, പിന്നെ നമുക്കത് ട്രൈ ചെയ്യാൻ തോന്നില്ല. നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മളിങ്ങനെ ജീൻസിൻ്റെ ടോപ്പുകളൊന്നും അധികം കൊണ്ടുവരാറില്ല, പക്ഷെ ഇപ്പോൾ നമുക്ക് ഭയങ്കര എൻക്വയറിയാണ്. അപ്പോൾ എനിക്ക് എടുക്കാനൊരു ഉത്സാഹമാണ്. നമുക്കിത് കിട്ടാത്തതുകൊണ്ടല്ല, നമ്മുടെ അങ്ങനെ കസ്റ്റമേഴ്സിന് അത് ആവശ്യം ഉണ്ടാവും, അവർക്കത് വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴും നമ്മളോട് വിൻ്റർ ജാക്കറ്റ് എൻക്വയറി ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ജീൻസിൻ്റെ ഷർട്ട് ടൈപ്പുകൾ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പല ഐറ്റംസും 2 പ്രാവശ്യം എടുത്തു, 3 പ്രാവശ്യം എടുത്തു റീസ്റ്റോക്ക്. ഇനിയും അടുത്ത ആഴ്ച പുതിയത് നമുക്ക് റീസ്റ്റോക്ക് ഐറ്റംസ് വരികയാണ്. അത്രയും എൻക്വയറീസ് നമുക്കുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ തന്നെ ഒരു പ്രചോദനമാണ്. കസ്റ്റമേഴ്സിന് നമ്മൾ എന്താ വീഡിയോ ഇടാത്ത, എപ്പോഴാണ് വീഡിയോ, നിങ്ങളുടെ സമയം എപ്പോഴാണ്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിൽ നിന്ന് അവരെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സാധനങ്ങൾ കൊടുക്കണം എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ സപ്പോർട്ടോട് കൂടി തുടർന്ന് നമ്മുടെ കൂടെ നിൽക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മൾ ഈ ഗിവ് അവേ ഇപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ വേറെ പാറ്റേൺ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇന്ന് വിന്നറായ എന്തായിരുന്നു പേര്, മോഹിത എന്നാണ് തോന്നുന്നു പേര്, ആൾക്ക് കൺഗ്രാജുലേഷൻസ് നമ്മൾ ഇവിടുന്ന് വാട്സപ്പിൽ അവരെ അറിയിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.